ചൂടാണ്. ഏതായാലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് പല ജില്ലകളിലും. പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. കൊല്ലത്ത് മുന്നറിയിപ്പുണ്ടായിരുന്നെങ്കിലും അത് പിൻവലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. നിലവിലുള്ള സാഹചര്യം വിലയിരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിനും വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് ഓൺലൈനായിട്ടായിരിക്കും യോഗം ചേരുക. ബന്ധപ്പെട്ട മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഈ ചൂടിങ്ങനെ കൂടുന്ന സാഹചര്യത്തിൽ സൂര്യാതപം അല്ലെങ്കിൽ സൂര്യാഘാതമൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ യോഗം ചേരുന്നത്. തുടർ നടപടികൾ കൈക്കൊള്ളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്തും മുൻപ് മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. ടിപ്പറുകൾ അപകട ഭീഷണി ഉയർത്തുന്നെന്ന പരാതിയുമായി എത്തുന്നു പത്തനംതിട്ട കോട്ട നിവാസികൾ. മണ്ണുമായി ടിപ്പറുകൾ അമിത വേഗത്തിൽ പോകുന്നതിനിടെ അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസം മണ്ണ് ലോറികൾ നാട്ടുകാർ തടയുകയും ചെയ്തു. പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കോട്ട പൊയ്കമുക്കിലാണ്. ഇവിടെ ടിപ്പർ ലോറികളുടെ അമിത വേഗത മൂലം ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദിവസം 5ഓളം അപകടങ്ങളാണ് ടിപ്പർ ലോറികൾ വരുത്തിവെച്ചത്. രാത്രിയിൽ പ്രദേശവാസികൾ ടിപ്പർ ലോറികൾ തടയുകയും ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പൊക്കെ നൽകുകയും ചെയ്തു. പക്ഷേ ഡ്രൈവർമാർ ഈ നാട്ടുകാരുടെ പരാതി കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നുള്ളത്. നമുക്ക് ആവശ്യം ഈ ഇവിടെ ഒരു എലിമുക്ക് തൊട്ട് ഈ മുളക്കര വരെ 2 കിലോമീറ്റർ വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണ്. ഈ പഞ്ചായത്തിന് ഏറ്റവും തിരക്കുള്ള ഒരു പ്രദേശമാണിത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇവിടുത്തെ ഞങ്ങൾക്ക് സ്വൈര്യ ജീവിതം. കാരണം ഇവർ ഈ ടിപ്പർ ലോറികളുടെ അമിത വേഗതയിലുള്ള പോക്ക് കാരണം പ്രഭാത നടത്തിപ്പുകാർ പോലും ഇപ്പം നടക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 5ഓളം അപകടങ്ങൾ സംഭവിച്ചു. എന്തൊക്കെയാണ്? വാഹനങ്ങളിൽ ചെന്നിടിക്കുകയാണോ? കാര്യത്തോട്ടായി കഴിഞ്ഞിട്ട് എലിമുക്ക് മുതൽ ഈ മുളക്കുഴയ്ക്കുള്ളിലാണ് ഈ പ്രദേശങ്ങളാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത്. ഈ അപകടങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ പലതവണ ഇവരോട് മുന്നറിയിപ്പ് കൊടുത്തു. കാരണം മണ്ണെടുക്കുന്നുണ്ട്, സാധാരണ പലരും കൊണ്ടുപോകുന്നുണ്ട്. ഇത് യാതൊരു നിയന്ത്രണവും ഇല്ല. തന്നെയല്ല ഇവർ ആ ഡ്രൈവിംഗ് സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇവരുടെ മൊബൈൽ ഫോൺ ഓണാണ്. മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. ഒരു വാഹനത്തിനും നമ്പർ പ്ലേറ്റ് വ്യക്തമായിട്ടല്ല കാണിക്കുന്നത്. അതുമല്ല ഈ വണ്ടികളുടെ എല്ലാ ഫിറ്റ്നസും മറ്റ് അനുബന്ധ രേഖകളും എല്ലാം തീർന്നു കിടക്കുന്ന രീതിയിലാണ് വണ്ടികളുടെ നമുക്ക് പരിവാഹനെ കാണാൻ പറ്റുന്നത്. ഇവരോട് നമ്മൾ പല പ്രാവശ്യം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇതിൽ സ്പീഡ് കുറച്ചു പോകും. അതവർ കേൾക്കത്തില്ല. അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ഫോണുണ്ട്, പിന്നെ സ്റ്റിയറിങ്ങിലുമാണ്. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആൾക്കാരുമായിട്ടെല്ലാം ഇവർ ഒരു അപകടം ഉണ്ടായതിനു ശേഷം പെരുമാറുന്നത്. ഇവിടുന്ന് ഒരു 150 മീറ്റർ മാളെ ഭയങ്കര വളവാണ്. അവിടെ 3 കാർ ഇടിച്ചു. ലോറി വന്നിട്ട് ഒരു കാറിന് അതിഭയങ്കരമായ അപകടവും പറ്റി. അവരന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു പോകാനാണ് പറയുന്നത്. അവർക്കത് പ്രശ്നമേ അല്ല. ഈ മുളക്കുഴ മുതൽ എലിമുക്ക് വരെ എന്ന് പറഞ്ഞാൽ കൺജസ്റ്റഡ് ഏരിയ, ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അവിടെ വരുന്ന ആൾക്കാർക്ക് വണ്ടി വെക്കാനോ അവർക്കൊന്നും നേരെ നിന്ന് സംസാരിക്കാനോ പറ്റാത്തൊരവസ്ഥയിലാണ്. ഭയങ്കര രക്ഷപ്പെട്ടു പോകാൻ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്കൂട്ടർ പോലും രക്ഷപ്പെട്ടാ പോരുന്നത്. അതാണ് അവസ്ഥ. താങ്ക് യു. ടിപ്പർ ലോറികളുടെ അമിത വേഗത ഈ കോട്ട ഭാഗത്ത് ജനങ്ങളിൽ ഭീതി ഉളവാക്കിയിരിക്കുകയാണ്. ഡ്രൈവർമാർ ടിപ്പറിന്റെ വേഗത കുറച്ചതിനെ പോകണം, അല്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ഈ ഭാഗത്ത് സംഭവിക്കുമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ പോലീസിന്റെ ഒരു കർശന നിയന്ത്രണം ഇക്കാര്യത്തിൽ നിരീക്ഷണം ഉൾപ്പെടെ വേണം എന്നൊരാവശ്യം കൂടി പൊതുജനങ്ങൾക്കുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.